വൈകുന്നേരത്തെ ചായനോട് കഴിക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ആ മൂലയിൽ ഈ ബ്രെഡ് ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. സവാളയും ക്യാരറ്റും കുക്കുംബറും തക്കാളിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും 2 ബോയിൽഡ് എഗ്ഗും കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളുപ്പും അതേപോലെ തന്നെ വിനാഗിരിയും ഓയിൽ ഒഴിച്ചിട്ട് മിക്സിയിൽ ഒരു 5-6 മിനിറ്റ് കറക്കി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ മയോണൈസ് റെഡിയായി. അങ്ങനെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് മയോണൈസും കുരുമുളക് പൊടിയും ഉപ്പും സോസും ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു. അങ്ങനെ ബ്രെഡിലേക്ക് മയോണൈസും ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് പാനിൽ വെച്ചിട്ട് നല്ലോണം ടോസ്റ്റ് ചെയ്തെടുത്ത് സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. അങ്ങനെ വലിയ സംഭവം നല്ലെങ്കിലും അത്യാവശ്യം തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി സാൻഡ്വിച്ച് തന്നെയായിരുന്നു എന്നാണ് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് ഒരു എക്സ്പ്രഷൻ കാണിച്ചു തരാം. ഈ എക്സ്പ്രഷൻ ഇടാൻ വേണ്ടിയിട്ട് വേറൊരു കാരണം കൂടി ഉണ്ട്. വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് പഠിക്കാൻ വേണ്ടി വീട്